ഞാൻ എന്ത് വിഭാവം ചെയ്യുന്നത് കാക്കയ്ക്ക് കണ്ടാ കാണിച്ച വേല കണ്ടാ. ഞാൻ ജോലിക്ക് പോവോ അത് തുടച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം പറഞ്ഞു നോക്കിയോ പേപ്പറോടെ. അയ്യോ വണ്ടി ഓഫായി. ട്രാഫിക് സിഗ്നലിൽ. സൂപ്പർ സുധീഷേ സൂപ്പർ. വണ്ടി ഓഫാകണ്ട സമയം. തള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ ബ്ലോഗ് നമ്പർ 133 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 7, 2025. മണി ഇപ്പോൾ കറക്റ്റ് 6 മണി കഴിഞ്ഞ് 6:45 കഴിഞ്ഞിട്ടുണ്ട്. 7 ആദ്യത്തെ 1 മണിക്കൂർ പോയിട്ടാ കുഴപ്പമില്ല. അത് വേറെ ആവശ്യം ഉണ്ടായിരുന്നു പോകുമ്പോൾ പറയാം. ഓക്കെ. ഇപ്പോൾ ഇന്നത്തെ വർക്കിംഗ് ടൈമിൽ 4 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ആ 1 മണിക്കൂർ പോയിട്ട് 3 മണിക്കൂർ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഉള്ള സമയം മാക്സിമം ഓടിയെടുക്കാം. ഓക്കെ. കാരണം നീ പറയാനുണ്ടോ? അപ്പോൾ വേറെ കാര്യം പറയാനുണ്ട്. സൊമാറ്റോ ബ്ലോഗ് ചെയ്ത് 1 മാസം അടുപ്പിച്ചായില്ലേ? കുഴപ്പമില്ല. അത് മെയിൻ കാരണം കുറച്ച് ടൈറ്റ് ആയ സിറ്റുവേഷൻ ആണ്. അത് പിന്നെ പോകുമ്പോൾ പറയാൻ വരുന്നതായിട്ട്. അപ്പോൾ നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബർമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് സർവേ ചെയ്യാനായിട്ട് ഇതിലോട്ട്. മെയിനായിട്ട് യൂട്യൂബ് നോക്കേണ്ടിരിക്കുന്നു, സൊമാറ്റോ ജോലി നോക്കേണ്ടിരിക്കുന്നു, ഫാമിലി നോക്കേണ്ടിരിക്കുന്നു. എല്ലാം കൂടെ സമയം കറക്റ്റായിട്ട് ബാലൻസ് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അത് ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ പല അഭിപ്രായം പറയുന്നുണ്ട്, ബ്രോ അത് ചെയ്യുന്നൊക്കെ. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അടുത്ത പുതിയ ക്യാമറ വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഐഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയും പോലെ അടുത്ത അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സിറ്റുവേഷനിൽ വേറെ ആരാണെങ്കിൽ പോലും ഈ വ്ളോഗൊന്നും ചെയ്യാൻ പോകില്ല. എല്ലാം കാണാൻ വേറെ പണിക്ക് പോകും. ഞാൻ പിന്നെ എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ഞാൻ മാക്സിമം കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകും. ഉറപ്പായിട്ട് ലാസ്റ്റ് ലൈഫ് ലോങ് വരെയും എൻ്റെ കൂടെ ഈ യൂട്യൂബ് എന്നല്ല, ഈ ഒരു മീഡിയ, അത് സോഷ്യൽ മീഡിയ ചിലപ്പോൾ ഭാവിയിൽ യൂട്യൂബ് മാറി വേറെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മീഡിയ ആയിട്ടുള്ള വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് പഠിച്ച കോഴ്സ് അതായിരുന്നു, മൾട്ടിമീഡിയ. അതുകൊണ്ട് ഞാൻ ഇന്ന് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു, നാളെ ഭാവിയിൽ വേറെ വർക്ക് ചെയ്യുമായിരിക്കും. ഇതേ ബന്ധപ്പെട്ട വർക്കുകളായി. ഓക്കെ. അപ്പോൾ വേറെ ഒന്നും പറയാൻ കൂടുതൽ പറഞ്ഞ് കത്തിവെക്കേണ്ട, സമയം കൊണ്ടിരിക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ LAPG കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഓക്കെ, ജോലിക്ക് പോന്നാ ആണോ? അപ്പോൾ വാ. ക്യാമറ ഓണായോ? ഇത് നമ്മൾ സുഭാഷ് അണ്ണനാണ്, നമ്മുടെ മാമിയുടെ മോൻ. സത്യം പറഞ്ഞാൽ അണ്ണൻ്റെ മുമ്പിൽ നമ്മൾ വലിയ വ്ളോഗറൊന്നുമില്ല. അപ്പം നമുക്ക് മുമ്പ് ചാനൽ തുടങ്ങിയ ആൾക്കാരാണ് അവരൊക്കെ. ഫേസ്ബുക്കിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ എല്ലാം നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ പഴയ പോലെ പറഞ്ഞ കേട്ടല്ലോ. അപ്പോൾ പോകുന്ന വഴി സുഭാഷ് അണ്ണനെ കൊണ്ട് പൂജ ഇട്ടിട്ട് പോവാം. ഓക്കെ. എന്നാ ഈ ബാഗ് വെച്ചേക്കണം കയ്യിൽ. ഇതാണ് നമ്മളെ സ്വത്ത്. ടാറ്റാ ബൈ ബൈ, സീ യു. ടാറ്റാ. സമയം പോയിട്ട് രാമേ. ടാറ്റാ. 7 മണി. വൈശൂട്ടി ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ 6 കാലം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഒന്ന് ചായ കുടിച്ച് ഫ്രഷ് ആയപ്പോൾ 7 മണിക്കായിട്ട്. ഇപ്പോൾ പോയിട്ട് വല്ല സമ്പാദിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും, നോക്കാം. ഓക്കെ. അങ്ങനെ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട് കുടിക്കാനുള്ള എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ബാക്കിൽ സുഭാഷണമുണ്ട്. എന്നാ പാട്ട് പാടണ സൂപ്പറായിട്ട്. വാ. വോയിസ് ചിലപ്പോൾ കേട്ട് കാണും, ചിലപ്പോൾ കേട്ടാണില്ല. മൈക്ക് ഇവിടെ ആയതുകൊണ്ടേ അങ്ങനെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കും. അടുത്ത പ്രാവശ്യം അവിടെ സുഭാഷണ നല്ല പോലെ നമുക്ക് പാട്ട് പഠിപ്പിക്കാം സൂപ്പറായിട്ട്. മൈക്ക് കയ്യിൽ കൊടുത്തില്ലേണ്ണ? അത്രേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ക്രാബ് ബൈ BRM. ഇവിടുത്തെ രാവിലെ അടിച്ചത്. ഓക്കെ, ടാറ്റ. കാണാം. ഓക്കെ, ശരിയാണ്. താങ്ക്സ് അണ്ണ. ഓക്കെ അണ്ണാ, കാണാം. എൻ്റെ മാമിക്ക് 3 മക്കളുണ്ട് മൊത്തം. 1 മകേഷ്, 2 ഗിരീഷ്, 3 സുഭാഷാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ കൊച്ചിലായിട്ട് ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കൊച്ചിൽ ഒന്നിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പിന്നെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ സെപ്പറേറ്റ് ആയെന്നുള്ളൂ. ഓക്കെ അണ്ണാ, പോയിട്ടാ. നീലാമലരേ നല്ല പാട്ടല്ലേ? ഇതുപോലത്തെ പാട്ടൊക്കെ നമ്മൾ കേട്ട എത്ര ദിവസമല്ലേ? ചുമ്മാ ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ കേൾക്കാതെ ബാക്കിലോട്ട് പഴയ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പ്രത്യേക വൈബായിരിക്കും. വർക്ക് ചെയ്യുന്ന നല്ലൊരു എനർജി ആയിരിക്കും. ഓക്കെ. വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് റെസ്റ്റോറൻറ്റ്. എന്ത് റെസ്റ്റോറൻറ്റ് ഇത്? ക്രാവ് മൾട്ടി കുസൈൻ. ഡോറാണോ? ഓക്കെ. ആ സൈഡിലൊക്കെ. ഓക്കെ. അയ്യോ, വണ്ടി ഓഫായാ. ഇതാണ് വണ്ടി, ബാറ്ററി കിടക്കുകയാണ് വണ്ടിയിൽ. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഓഫായി കഴിഞ്ഞാൽ സ്റ്റാർട്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, നമുക്ക് പോകാൻ നേരത്തെ തള്ളി സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ അമ്മ. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല. 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി. അപ്പോൾ എടുക്കാം. 7124. ഓക്കെ. ഓക്കെ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. എത്ര ദിവസമായാലും ഇങ്ങനെ പറഞ്ഞല്ലേ? പണ്ടൊക്കെ നമുക്ക് ദിവസം ചെയ്യാൻ തോന്നുമായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആൾറെഡി പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും സൊമാറ്റോ വ്ളോഗിൽ പുതിയതായിട്ട് പറയാനും കാണിക്കാനൊന്നുമില്ല. അതാണ് മെയിൻ വിഷയം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും സൊമാറ്റോ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഫീൽ കിട്ടുന്നത്, പുതിയതായിട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നത്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. മാപ്പ് കാണിക്കാൻ ലൊക്കേഷൻ വന്നിട്ട് മണക്കാടാണ് പോകേണ്ടത്. സ്റ്റാർട്ടാവും. ബാറ്ററി മാറ്റാൻ 10,000-3500 രൂപ ആവും. ഇപ്പോഴത്തേക്കുള്ള പൈസ വാടക മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം. പൈസ ഫുൾ ടൈറ്റ് ആയിരിക്കണം. ശരിപ്പോൾ തള്ളി സ്റ്റാർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ, സ്റ്റാർട്ടായി. സൂപ്പർ. അപ്പോൾ ബാറ്ററി ഉടനെ മാറ്റിയേ പറ്റില്ല, ഭയങ്കര പാടാണ്. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണക്കാട്. മേടമുക്ക് ഇവിടുന്ന് കറക്റ്റ് 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പെപ്പർ ചിക്കൻ മസാലയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:15 അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ വേസ്റ്റ് ആയിട്ട് പോയി. നഷ്ടപ്പെട്ട സമയം വിചാരിച്ച് വിഷമിക്കേണ്ടക്കാളും ഇനി ഉള്ള സമയം നല്ലപോലെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡീമോട്ടിവേഷൻ നിൽക്കുകയാണ് ഇപ്പം. കാരണം ഞാൻ എൻ്റെ വ്ളോഗ് കൊണ്ട് കുറേ പേർക്ക് മോട്ടിവേഷൻ ആയാലും ഞാൻ ഭയങ്കര ഡീമോട്ടിവേഷൻ നിൽക്കുകയാണ് സിറ്റുവേഷനാണ് ഇപ്പോൾ. മെയിൻ കാര്യം അച്ഛന് പഴയ പോലെ ജോലിക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ സമ്പാദ്യത്തിലാണ് കുറച്ച് കാലം മുന്നോട്ട് പോകുന്നത്.
മെയിനായിട്ട് വാടക, ലോണ്, പിന്നെ സ്കൂൾ ഫീസ് എല്ലാം ചിലവും പോയിട്ട് ബാക്കിയൊന്നും കൈ വരുന്നില്ല. ഇനിയും ചിലവ് ഇഷ്ടം പോലെ ഉണ്ട്. ദിവസവും പാല്, മലക്കറി വാങ്ങണ്ടേ. ഇപ്പോൾ ഇപ്പോഴത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ വീട്ടു വാടകയാണ്. അത് കൊടുക്കാനുള്ള ഓട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് KLTN വ്ളോഗ്സ് ലൈഫ് അടിച്ച് പൊളിക്കണം. എന്നേ ജിമ്മിലാ മസിലാണേ ഓക്കെ. പുള്ളി നമ്മൾ സബ്സ്ക്രൈബറാണ്. ലാസ്റ്റ് വീഡിയോ കണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുള്ളി ജിമ്മിൽ പോയിട്ട് വരികയാണ്. ഇപ്പോൾ നല്ല മസിലായിട്ടില്ല. മിക്കവാറും ഒരു 6 മാസം കഴിയുമ്പോൾ മുട്ട മസിലാവും അല്ലേ ബ്രോ? അല്ലേ 6 മാസം കഴിയുമ്പോൾ നല്ല മസിലാവുമല്ലോ. വ്ളോഗിൽ പറയാനല്ലേ കയറിയുള്ളൂ അല്ലേ? 2 മാസമേ ഉള്ളൂ. പിന്നെ ടൈം എടുക്കും. ഓക്കെ ബ്രോ, നോക്കി പോണം. ശരി, കാണാം. ഓക്കെ ബ്രോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഫുൾ ടൈറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഒരു വിശ്വാസമുണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ട്. അതുവരെ നമുക്ക് നമ്മളെ ജോലി ചെയ്തുകൊണ്ട് കാത്തിരിക്കാം. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മാറാനല്ലോ, പതുക്കെ മാറുള്ളൂ. പെട്ടെന്ന് മാറാൻ എന്തോന്നു സിനിമയാണ് അത്. ഒരു മിനിറ്റ് ക്രോസ് ചെയ്തോട്ട് വണ്ടി വെയിറ്റ് ചെയ്യണം. കയറി പോയിക്കോട്ടെ. നമ്മൾ പോകേണ്ടത് കിള്ളിപ്പാലം ബണ്ട് റോഡാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോകാം, കാലടി വഴി. നമുക്ക് നേരെ അങ്ങോട്ടേ പോകാം. ഓഹോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. നമുക്കിന്ന് ഈ കാക്കകൾ ഞാൻ എന്ത് വിഭാവം ചെയ്യുന്നത് കാക്കയ്ക്ക്. ഇന്ന് രാവിലെ ഇതേപോലെ തൂറി ചെയ്തുള്ളൂ കാക്ക. നമ്മളെ ദേഹത്ത് തന്നെ അതാ കാണിച്ചുതരാം. കണ്ടാ കാണിച്ച വേല കണ്ടാ. ഞാൻ ജോലിക്ക് പോവോ അത് തുടച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം പറഞ്ഞു നോക്കിയോ പേപ്പറോടാ. പക്ഷെ എൻ്റെ അമ്മോ, പേപ്പറൊന്നും ഇല്ലേ? നീ എവിടെ പോയി തപ്പും? ഇല എവിടെ? ഇലയാണ് ബെസ്റ്റ്. പണ്ടൊക്കെ നമ്മൾ ഇലയാണ് യൂസ് ചെയ്തത്. ഉടുപ്പ് മാറ്റാൻ ഇനി എവിടെ പോകും? ഞാൻ വീട്ടിൽ പോകണ്ടിരിക്കുന്നു. ശരി, കുഴപ്പമില്ല, തുടച്ച് വിടാം. പൊന്നെ കാക്കേ, അതൊക്കെ വച്ചിട്ടുണ്ടോ ഒരു ദിവസം കൈവാക്കിന് കേട്ട് അപ്പോൾ കാണിച്ചില്ല ഞാൻ ആരാണ്. ഓക്കെ, പോകാമെന്നാ. ഒരുമാതിരി തുടച്ച് വിട്ട് വെള്ളം വെച്ച് അത് കംപ്ലീറ്റ് പോകണമെന്നില്ല, കിടക്കണം. ശരി, കുഴപ്പമില്ല, എന്തായാലും ഉണങ്ങിക്കോളൂ പോകുന്ന വഴിക്ക്. സത്യം പറയാലോ, എൻ്റെ ടെമ്പർ പോയി നിൽക്കുകയാണേ. കാക്കയെ കൈ കിട്ടുന്നെങ്കിൽ അവനെ അടിച്ച് റെഡിയാക്കും നോക്കിക്കോ. വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല നിൽക്കാം. ഞാൻ എപ്പോഴൊക്കെ ഇറങ്ങോ ഒരു മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കും. ഒരാൾക്ക് ഒരു സംഭവം വല്ലപ്പോഴെന്ന് കുഴപ്പമില്ല. സ്ഥിരം നടക്കുമ്പോഴേ അതെന്തെങ്കിലും കാക്ക ശാപമാണോ അതോ കാക്ക അനുകരിക്കുകയെന്ന് മനസ്സിലാവുള്ള. കാരണം ഇത്രയും ദിവസം വ്ളോഗ് ഇന്ന് വ്ളോഗ് ഇറങ്ങിയായി കറക്റ്റ് തൂറിക്കണോ കാക്ക. അപ്പോൾ ഈ കാക്ക തൂറണത് അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. കാരണം നമ്മൾ ഏതൊരു സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് കാണുന്നതാണ് മൂത്തവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കണ്ടു പോകാമല്ലേ, എന്ത് ചെയ്യാൻ. അണ്ണാ ഒന്ന് നില്ലെണ്ണ, കയറി പൊയ്ക്കോട്ടെ എണ്ണ, കയറി വരലെണ്ണ വണ്ടി ഇടിച്ചുള്ളതിൽ. ഓക്കെ, ഇൻഡിക്കേറ്റർ ചില ആൾക്കാർ കയറി വരും, അതാണ് വിഷയം. ഓക്കെ, ഹൗസ് നമ്പർ 51 അവിടെയാണോ? വരണ്ട. 2 കുട്ടികളാണ് ഓർഡർ ചെയ്തത് ഫുഡ്. മക്കളെ വരണ മക്കളെ. ഇവിടെ അല്ലേ പ്രവീൺ അല്ലേ? തീർന്നല്ലോ. ഓക്കെ, വെൽക്കം. ഇവിടെ ഒതുങ്ങി നിന്നായി വണ്ടി പോകും, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 43 രൂപ 39 പൈസയാണ്. അപ്പോൾ അടുത്ത് ഓർഡർ അടിക്കാൻ സമയമായിട്ടുണ്ട്. ഇങ്ങോട്ട് പോകാൻ മണക്കാട് ജംഗ്ഷനിൽ പോയാലോ, അങ്ങോട്ട് തന്നെ പോകാം അല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല, സൊമാറ്റോയെ പറ്റി തന്നെ. ഞാൻ ഈ സൊമാറ്റോ ജോലിക്ക് പോകാൻ നേരത്ത് ഈ ക്യാമറ കൊണ്ട് പോകുന്ന നേരത്ത് ഭയങ്കര ബഹുമാനമാണ് എല്ലായിടത്തും. അതായത് ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ആയാലും ചില റെസ്റ്റോറൻറ്റിലെ ആൾക്കാരായാലും ശരി, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബഹുമാന സ്നേഹമാണ്. അതായത് ക്യാമറ ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പട്ടിയുടെ വിലയാണ് തരണത്. എല്ലാവരും ഇല്ല, ചില ആൾക്കാരാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന് വേണമെങ്കിൽ വ്ളോഗ് ചെയ്ത് പറ്റും. ഇതുകൊണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പിടിച്ചിരിക്കാൻ. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഫുൾ ടൈം സൊമാറ്റോ ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന ഓരോ ദിവസവും ശരി ചെറിയ സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നും നെഗറ്റീവ് കണ്ടതാണ്. നമ്മൾ പ്രശ്നം വേണ്ട ഒതുങ്ങി പോവുകയാണ്. പക്ഷേ ചില ആൾക്കാർ ഇങ്ങോട്ട് ചൊറിയാൻ വരുമ്പോഴേ കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. അതൊന്നും ഒരു മാറ്റവും ഇല്ല. ഇത് പറയാനുള്ള കാരണം വേറൊന്നുമില്ല, റീസെൻ്റ് അനുഭവം ഉണ്ടായി. അത് പറയാൻ പോയി കഴിഞ്ഞാൽ പറയണോ? വേറൊന്നുമില്ല, നമ്മളെ വീട്ടിലെ മുകളിൽ പുതിയ താമസക്കാർ എന്തൊക്കെയാണ്, അവരുമായിട്ട് ചെറിയ പ്രശ്നമായിരിക്കുകയാണ്. അത് വേറൊന്നുമില്ല, ചെറിയ ഇഷ്യൂ, പാർക്കിംഗ് ഇഷ്യൂ ആണ്. നമ്മൾ ചോദിക്കാതെ നമ്മൾ കാർ പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്ത് അത് നമ്മൾ ചോദിക്കാൻ പോയി അവർ പിടിച്ചില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമായി, സംസാരമായി. പിന്നെ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് മനസ്സിലാവുള്ള, പിന്നെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച്. അപ്പം കുറച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി മനസ്സിലായെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇനി എന്താണെന്ന് ഞാൻ പറയണില്ല, പിന്നെ പറയാനുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഷവർമ സ്പോട്ട് മണക്കാടാണത്. മണക്കാടല്ല, സ്റ്റാച്യു. അങ്ങൂരെ പോകണോ? അക്സെപ്റ്റ് ഓർഡർ. പോകാം, സ്റ്റാച്യു പോകണം. ഇവിടുന്ന് കറക്റ്റ് ഒരു 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, ഷാർജ ഷേക്ക് നോർമൽ ഷവർമയാണ് ഓർഡർ ഐറ്റം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാപ്പനംകോടാണ്. ഇവിടുന്ന് കറക്റ്റ് 7.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നേരത്തെ പറഞ്ഞ തന്നെ നോർമൽ ഷാർജ ഷേക്ക് ആൻഡ് നോർമൽ ഷവർമ, ഇതാണ് ഐറ്റം. പോകുന്ന വഴിക്കുള്ള ഓരോ കണ്ടന്റാണ് മെയിൻ കാര്യങ്ങൾ. എന്തെങ്കിലും അടിപിടി നടന്നാലേ ആൾക്കാർ കാണുള്ളൂ അല്ലേ? സീരിയസ് ആയിട്ട് ചുമ്മാ പറഞ്ഞല്ല, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുള്ളൂ, ഇല്ലെങ്കിൽ ആരെയും കാണോ? ഇന്നത്തെ റൈഡ് സൂപ്പറായെന്ന് പറഞ്ഞ് അവൻ കാണും, ഇന്നത്തെ റൈഡിൽ ആക്സിഡന്റ് ആയി കിടന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുള്ളൂ, അല്ലെങ്കിൽ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ചീത്ത വിളിച്ചു. ഇതാണ് റിയാലിറ്റി. നമ്മളെ ആൾക്കാരെ മൈൻഡ് ഇതാണ്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ കാണുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഉടക്കാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉടക്കും. അത് കണ്ടന്റ് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ വിചാരിച്ച് കുഴപ്പമില്ല. കാരണം അത്രയ്ക്ക് വിഷമായി. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒരുപാട് നമ്മൾ വിഷമിക്കുകയാണ്. കാരണം നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിയാൽ ഈ സമൂഹം നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല. നമ്മളൊരു കലിപ്പനാക്കുകയാണ്. അപ്പോൾ നമ്മൾ പാവമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞവനും പോണവനും തലേ കയറി മ്യായാണ്. ഇത് നമ്മൾ ഇത്തിരി കലിപ്പായെന്ന് വെച്ചോ, ആൾക്കാരെന്ത് പറയും? അവർ ഭയങ്കര ദേഷ്യമാണ്, അവൻ കലിപ്പാണ്, അവർ റൗഡിയാണെന്ന് പറയും. കുഴപ്പമില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ബഹുമാനവും ആ ഒരു ഇതും കട്ടുമല്ലോ, അത് മതി, ഒരു കുഴപ്പമില്ല. നമ്മൾ കലിപ്പ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകാൻ പറയുന്നില്ല. ഇങ്ങോട്ട് പറഞ്ഞ കലിപ്പിനെ ചുമ്മാ നിന്ന് കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റും, എത്ര തന്നെ. അപ്പോൾ എന്ത് ഇറക്കണം അത്. വണ്ടി കൈ നിൽക്കുന്നില്ല. ബ്രേക്കും പിടിച്ച് ഗിയർ ഇട്ടാണ് പോകണം ഫസ്റ്റ് ഗിയറിൽ. എന്നിട്ട് പോലും വണ്ടി പറന്ന് പോകണം. ഇവിടെ തന്നെ റെയിൽവേ വർക്ക് അല്ലേ? ഇത് അണ്ടർ പാസ്സാ.
എക്കോ അടിക്കണം കേട്ടോ. ഓക്കെ, ഇത് തന്നെ വീട്, ഈ വലിയ വീട്. ഓക്കെ ബൈസൺ പോവാം. ബ്ലാക്ക് ബൈസൺ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ട് എനിക്കറിയാം. പുള്ളിക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്, ചെയിൻ ലൂബ് അടിക്കാൻ സമയമായിട്ടുണ്ട്, പിന്നെ ഓയിലിടയ്ക്ക് മാറ്റി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വണ്ടിക്ക് കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്, അത് ചെയ്യാൻ സമയം ഇപ്പോൾ ഇല്ല, സമയവും ഇല്ല, കയ്യിൽ പൈസ ടൈറ്റാണ്, അതാണ് മെയിൻ വിഷയം. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ. പ്രദീപണ ഇത് നമ്മളെ അണ്ണനാണ്. വ്ളോഗ് ഒരു വീട്ടാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫേയിൽ, അക്സെപ്റ്റ് ഓർഡർ കോഡ്. സുഖന്നെ ഇങ്ങോട്ട് ജോലിക്കാ? ലീവ് ഒന്നും ഇല്ലേ അപ്പം? ഓ അതുകൊണ്ടല്ലേ. അപ്പോൾ ഹായ് പറ വ്ളോഗിനകത്ത്. ഹായ്. ഓക്കെ അണ്ണാ, കാണാം ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ പോട്ടാ. അതെ, നമ്മളെ പ്രദീപണ്ണാണ്, പണ്ട് ഡിവൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കൂട്ടിട്ടാണ്. ഡിവൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കമ്പനിയാണ്. ഇതുപോലെ ഉടനെ വെച്ച് കാണുമ്പോൾ ഒരു ഹായ് പറയും, ഒരുപാട് സംസാരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ. ഇന്ന് സംസാരിക്കാൻ സമയമില്ല, കാരണം നമ്മൾ ഓർഡർ അടിച്ചിരിക്കുകയാണ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് റെഡി വന്നിട്ടാ. ഇത് എവിടെ കൂടെ പോവാം, എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കണം. പക്ഷേ എൻ്റെ അമ്മോ, വണ്ടികളുകൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ പോകാം. അപ്പോൾ അത് ഇടയിൽ കൂടെ കയറി മൈക്കിൻ്റെ വയറൊന്ന് കുടുക്കിക്കളയിൽ പൊട്ടിപ്പോവും. 1786 എവിടെ പോയി? സ്റ്റാഫില്ലേ? 1786. അപ്പോൾ ഒടുക്കത്തെ ഡിലേ ആയിപ്പോയിട്ടോ അത്. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഹായ് സുഖമാണോ? വീഡിയോ ആണല്ലേ? ഓക്കെ, അടിപൊളി. വർക്ക് ചെയ്യണം എവിടെ? നമ്മളെവിടെ വർക്ക് ചെയ്യണം? സൊമാറ്റോ തന്നെ. ലൈഫ് അടിച്ച് പൊളിക്കണം, അത്രയല്ല കട്ടൊക്കെ നിൽക്കണം. ആ കാണാനുണ്ടല്ലേ? അടിപൊളിയല്ലേ, മാസല്ലേ? പേരെന്താണ്? വൈഷ്ണവ്. കമൻറ്റ് ചെയ്യാനുണ്ടോ? വൈഷ്ണവ് എന്ന പേരിൽ കമൻറ്റ്സ് ചെയ്യാറുണ്ടല്ലോ. അമ്മേനൊക്കെ ഉണ്ടല്ലേ. പഠിക്കുന്ന വേറെ എന്തെങ്കിലും? പ്ലസ് ടു കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം അല്ലേ? അച്ഛനുണ്ടോ കൂടെ വർക്ക് ചെയ്യാൻ? ജോലിക്കും പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല കാര്യം. കൂടെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനുണ്ട്. സംഭവം ഈ പുള്ളി ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛനെ കൂടെ കൊണ്ടുപോകുന്നത്. നല്ല കാര്യം. പിന്നെ അതൊക്കെ എടുത്തോ, ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. മണി ഇപ്പോൾ 9 കഴിഞ്ഞിട്ടുണ്ട്. എന്ത് താമസം ഈ ഓർഡർ എടുക്കാൻ. എൻ്റെ അമ്മ, കുമാർ കഫേ സത്യം പറഞ്ഞാൽ നിറയെ ഓർഡർ കിട്ടും, പക്ഷേ ഭയങ്കര ഡിലേ ആയിട്ടാ. ഒരു മിനിറ്റ്, ആരോ വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു. ഒരു അർജൻറ്റ് ഫോൺ കോളായിരുന്നു, കട്ട് ചെയ്തിട്ടുണ്ട്, വേറെ വിഷയമില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട്ടയിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. എവിടെ നിന്ന്? ഇവിടെ നിന്നല്ല, കിള്ളിപ്പാലത്ത് നിന്ന് 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞായിരുന്നു. അതിലെ പറഞ്ഞത് നല്ലൊരു ഫാമിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാം അങ്ങ് കുറയും. പിന്നെ അവർ ഒന്നേന്ന് പിടിച്ച് പറഞ്ഞ് താമസിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ഡിലേ ആണ് ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഓർഡർ കിട്ടാനായിട്ട്. ചിലപ്പോൾ അരമണിക്കൂർ വെയിറ്റ്, അരമണിക്കൂറും കുഴപ്പമില്ലെന്ന് പറയാം. 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക. 1 മണിക്കൂർ എന്ന് പറയുന്നത് പീക്ക് ടൈമാണ്, 7 to 9. ആ 1 മണിക്കൂറിൽ ഒരു ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ്. എങ്ങനെ പോയാലും 10-200 നഷ്ടമാണ് നമുക്ക്. ആ സ്ഥാനത്ത് കിട്ടുന്ന 30 രൂപ ആയിരിക്കും ഈ ഒരു ഓർഡറിന് വേണ്ടിയിട്ട്. ശരി ബാ, എന്തായാലും ഈ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഓർഡർ എടുക്കണം. പെട്ടെന്ന് ആവട്ടെ. കമോൺ ക്വിക്ക്. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് റെസ്റ്റോറൻറ്റ്. കസ്റ്റമർ ലൊക്കേഷൻ. വണ്ടി എവിടെ കൊണ്ടുവയ്ക്കാൻ? ഇവിടെ വയ്ക്കാമല്ലോ, സെക്യൂരിറ്റി ഒന്നും പറയില്ലല്ലോ. സൊമാറ്റോ ആണേ. ഫുഡ് കൊണ്ടുപോകണോ? വന്നാൽ മതിയല്ലോ. ഓക്കെ, താങ്ക് യു. ഫ്ലാറ്റ് നമ്പർ 4A. ഓക്കെ, ശരി വന്നു. ഓർഡർ ഡെലിവറി. അയ്യോ, വിളിച്ച് പറയാൻ വിട്ടുപോയി. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഓർഡർ കൊടുത്തിട്ട് കസ്റ്റമർ വിളിച്ച് പറയണമായിരുന്നു, എന്നിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളറിയാതെ മാർക്കായി പോയി, കുഴപ്പമില്ല, അവർ കൊടുത്തോളൂ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഷവർമ സ്പോട്ട്. ഇവിടെ അത് ജനറൽ ഹോസ്പിറ്റൽ റോഡാ, സ്റ്റാച്യൂവിൽ. നേരത്തെ പോയത് അവിടെ തന്നെ. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 2.5 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സംഭവം മൾട്ടി ഓർഡറാണ് ഇത്. ഇതിവിടെ ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ്, പാളയത്ത്. ഓക്കെ, 2 ഓർഡറാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ട്രാഫിക്കിൽ ഓർഡർ അടിക്കുമ്പോഴേ അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. നമ്മൾ ഈ ഗിയറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലച്ച് പിടിച്ച് ന്യൂട്രൽ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വണ്ടി കൈ നിൽക്കില്ല, ചാടിപ്പോകും. ഓക്കെ, അഗെയിൻ വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് ഷവർമ സ്പോട്ട്. അപ്പോൾ തളർന്ന് കേട്ടോ, അറ്റമായി. രാവിലത്തെ ഓടാൻ തുടങ്ങിയാണ്. ഓക്കെ, റെഡിയായി. എൻ്റെ അമ്മോ, എന്ത് ഡിലേയാണ്. പോണടത്തെല്ലാം അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? 889 റുമാലി ഷവർമ. നമ്പറാ 889. പുള്ളിക്കാരുടെ കണ്ണ് കാണാൻ പറ്റില്ല കേട്ടോ. വേറൊന്നുമില്ല, നമ്പർ കാണിച്ചപ്പോൾ നമ്പർ പറയുന്നത്. നമ്പർ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ നമ്പർ ചോദിക്കും. ശരി, കുഴപ്പമില്ല, ബാ പറഞ്ഞു കൊടുത്ത് ഓർഡർ തന്ന് ഓർഡർ പിക്ക് പോ. അതാണ് കടറുണ്ടോ? ഓക്കെ, എവിടെ താമസിക്കുന്നത്? പാർസൽ. ഇവിടെ പഠിക്കണം അവിടെ? എന്ത് കോഴ്സ്? ഓക്കെ, വ്ളോഗിൽ കുഴപ്പമില്ല, ക്യാമറയിൽ വന്നാൽ. ഓക്കെ, പോടാ. LAPG. എന്ത് ലൈവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കഴിക്കാൻ? കഴിച്ചായിരുന്നു. ശരി, പോടാ, ബൈ. ശരി എന്നാൽ. കൊണ്ടുപോകുന്നതായിട്ട് നോക്കിയില്ല എന്തൊക്കെയാണല്ലോ. നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ കഴിക്കാൻ പോകണില്ലല്ലേ. എന്നാലും നോക്കിയേക്കാം. നോക്കി പറയേണ്ടത് ഒരു കടമയല്ലേ. ഷവർമ, ലൈം ജ്യൂസ്, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:45 അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുട്ടടയാണ്. ഇവിടെ കറക്റ്റ് 4.9 കിലോമീറ്റർ ദൂരമുണ്ട്. മുട്ടട പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണോ, അതുവഴി പോയാൽ എവിടെ പോകാൻ പറ്റും? സുധീഷ് ആലോചിച്ചു കറക്റ്റായിട്ട്. എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്നൊരു പിടിയില്ലാതെ പോയിക്കൊണ്ടെന്ന് ഞാൻ ചുമ്മാ വണ്ടി എടുത്ത് പോവുകയാണല്ലേ. മാപ്പ് നോക്കി, എന്നാലും പെട്ടെന്ന് വണ്ടി എടുത്തപ്പോൾ ഒരു മൈൻഡ് സെറ്റ് അങ്ങോട്ടിനെ പോകണം.
പോയി പോയി. ഓ എൻ്റെ അമ്മോ, എന്ത് വലിയ കുഴിയാണ് ഉണ്ടാക്കി വെച്ചിട്ട് മെയിൻ സിറ്റിക്കകത്ത് റോഡൊക്കെ ശരിയാക്കി വെക്കണ്ടേ. രാജ്യം പറഞ്ഞു എന്തൊരു വലിയ കുഴി. അമ്മോ, ഇതാണ് ലാസ്റ്റ് ഓർഡർ തോന്നണം കേട്ടോ. അടുത്ത ഓർഡറിലേക്ക് ചാൻസ് ഒന്നുമില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടിച്ചു തരും. ലോങ് പോയിട്ട് വരുമ്പോൾ 10-11 മണിയാവും. അതാണ് വിഷയം. ഉച്ചയ്ക്ക് ഇതുപോലെ ആയിരുന്നു ഒരു ലാസ്റ്റ് ഓർഡർ ലോങ് അടിച്ചെത്തിക്കണം. അതാണെങ്കിൽ 15 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണം. എവിടെ അത് ശ്രീകാര്യം കഴിഞ്ഞ് ഏതോ കഴക്കൂട്ടം ഭാഗത്ത് ഏതോ ഒരു ഉൾപ്രദേശത്തിലാണ്. അയ്യോ വണ്ടി ഓഫായി. അത് ട്രാഫിക് സിഗ്നലിൽ. സൂപ്പർ സുധീഷേ, സൂപ്പർ. ഇപ്പം എന്ത് ചെയ്യാൻ? വണ്ടി ഓഫാകണ്ട സമയം കൊള്ളാം. തള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോ അത്രയും പെട്ടെന്ന് ബാറ്ററി മാറ്റി അത്രയും പെട്ടെന്ന് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴിയിൽ പെട്ടുപോകും. സിഗ്നലിൽ വീണിട്ട് പോകണോ സിഗ്നലിൽ വീഴാതെ പോകണോ? വണ്ടി ഇത് ഓഫായി പോയി, കുഴപ്പമില്ല, ബാറ്ററി ഡൗൺ ആയിപ്പോയി. ഓക്കെ, തള്ളി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മളങ്ങനെയൊക്കെ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അത് നല്ല വിശപ്പുണ്ട്. വിശപ്പുള്ളതുകൊണ്ട് എനർജി കുറവാണ്. ആ സമയത്ത് ഇതുപോലെ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ കിടക്കുകയാണ്. ഈ ഓർഡർ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ പോയി ആഹാരം കഴിക്കാം. ആര് പറന്ന് പോകണത്? അതോ സൂപ്പർ ബൈക്കാണ് കേട്ടോ. എന്നാൽ പയ്യൊക്കെ പോകണം. ഇവിടെ കൂടുതൽ ആക്സിഡൻ്റ് ആവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഒരു ആക്സിഡൻ്റ് ആയി ഈ ഭാഗത്ത്. ഇതാണ് അടുത്തത്. എൻ്റെ അമ്മോ, ഓ എവിടെ നിന്ന് പറഞ്ഞ ഇവരൊക്കെ? നമ്മളെ ഒരു ദിവസം സൂപ്പർ ബൈക്ക് നമ്മളന്ന് ഓടിച്ച് കാണിക്കും. ഇവിടെയല്ല, ഹൈവേയിൽ പുറത്ത് നോക്കിയോ. ഇവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ. അല്ല വഴി മാറി. ഇത് കാണുമ്പോഴേ ഹോറർ ലുക്ക് ആയിരുന്നു. ഓക്കെ, സ്ഥലം എത്തിയ സുധീഷേ? എത്തിയില്ല. ഈ മുടുക്ക് കഴിഞ്ഞ് നേരെ പോകണം. ഇവിടെ നിന്ന് കാറ് പോലും പോവില്ലോ. വേറെ വഴി ഇല്ലേ? ഈ വഴിയേ ഉള്ളൂ. അതാണ് മെയിൻ റോഡ്. ഇപ്പോൾ വേറെ വഴി കാണും കേട്ടാ. നമുക്ക് ഷോർട്ട് കട്ട് കാണിച്ചായിരിക്കും മാപ്പ്. കുഴപ്പമില്ല, വഴി വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, ഇങ്ങോട്ടാ. ഇത് എന്തൊരു തിരിച്ച് വന്ന വഴി പോണ? എത്തിയില്ലേ? ഇത് പൊയ്ക്കൊണ്ടിരിക്കണ്. ഓ, ഡെഡ് എൻഡ് ആണല്ലോ അങ്ങോട്ട്. മുടുക്ക് ചെറുതായിക്കൊണ്ടിരിക്കണ്. ഇങ്ങോട്ട് വഴിയിലുണ്ടാ സുധീഷ്? അങ്ങോട്ട് കയറണോ? അങ്ങോട്ട് കയറാൻ റിസ്ക് ആണ്. കൂടെ എന്നാ വണ്ടി വിളയ്ക്കാൻ പറ്റുമോ? അത് വീടുണ്ടായിരുന്നല്ലേ. വണ്ടി വിളയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. വണ്ടി വിളയ്ക്കാല്ലേ? സൂപ്പർ. യൂട്യൂബറാണ്. കാണാറുണ്ടോ? താങ്ക് യു. അനന്തു അല്ലേ? വ്ളോഗിൽ പറഞ്ഞാ? ഇല്ലല്ലോ. ഓക്കെ, ഉടുപ്പില്ലല്ലേ? അപ്പം എല്ലാ പേജ് ലൈഫ് അടിച്ച് പൊളിക്കണം. പോട്ടാ, ബൈ, സീ യു. ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബറായിരുന്നു. കസ്റ്റമർ കം സബ്സ്ക്രൈബർ. ചില ഓർഡറൊക്കെ ഭയങ്കര തേപ്പാണ് കേട്ടോ. റെസ്റ്റോറൻറ്റുകാർ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ സമയത്ത് ചില ഓർഡർ ആയിട്ട് കറക്റ്റ് വയ്ക്കുന്നില്ല. അത് ലാസ്റ്റ് നമുക്കാണ് പണിയാവുന്നത്. കാരണം നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമല്ലോ. അവർ തരുന്ന സാധനം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ കംപ്ലയിൻറ്റ് ചെയ്യണം. അടുത്ത ഓർഡർ അടിച്ച് കേട്ടാ. ഈ ഓർഡർ എടുക്കണോ അതോ വീട്ടിൽ പോകണോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പോവാം. സംഭവം ഇപ്പോൾ മൾട്ടി ഓർഡർ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിനൽ ചെയ്യാൻ പറ്റില്ല. ഡിനൽ ചെയ്ത് കഴിഞ്ഞാൽ പണിയായി പോകും. കാരണം 2 ഓർഡർ ഡിനലായി പോകും. ഇതിപ്പോൾ എങ്ങോട്ട് പോകണം സുധീഷേ? അയ്യോ, വഴി മറന്നുപോയി. നമ്മൾ ഇതുവഴി വന്നത് കറക്റ്റായിട്ട് പറ സുധീഷേ. കറക്റ്റായിട്ട് പറ, ഓർമ്മയുണ്ടോ? ഞാൻ ഈ മാപ്പ് നോക്കി വന്നപ്പോൾ വഴി കണ്ടില്ല. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. ക്യാപിറ്റൽ ജ്യൂസി ആൻഡ് ഫുഡ്. ഇവിടെ എപ്പോഴും തിരക്കാണല്ലോ. ഒരു 100 ആൾക്കാർ കാണുമല്ലോ ഇവിടെ. കവടിയാറുള്ള ഫുൾ ടീം ഇവിടെ ഉണ്ടല്ലേ. ഫുൾ പയ്യൻസ് ഗ്യാങ്. 2K കിഡ്സ് ആയിരിക്കും ഫുള്ളായിട്ട്. ഓർഡർ എടുക്കണത് എവിടെ നിന്ന്? ലൈം സോഡ, ലൈമ്, 3 ചിക്കൻ കുബൂസ്, ഷവർമ റോൾ. മൊത്തം 3 ഐറ്റം ഉണ്ട്. ഫലൂഡ നാഷൻ അടുത്ത പിക്കപ്പ് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. മൊത്തം 2 പിക്കപ്പാണ്. ഒന്ന് ജ്യൂസി, ഒന്ന് ഫലൂഡ. ഓക്കെ, റെഡിയായി. വാ. 0079. ഓക്കെ, ഇത്രയല്ല. ശരി. ഓക്കെ, പോന്നാ. ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്ന മണി ഇപ്പോൾ കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ 2 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുറിഞ്ഞപാലം ഫസ്റ്റ് ഓർഡർ കൊടുക്കേണ്ടത്. അവിടെ നിന്ന് അടുത്ത ഓർഡർ കൊടുക്കേണ്ടത് മിക്കവാറും ചാലക്കുടി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആയിരിക്കും. ആ ഏരിയയിൽ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആദ്യം കൊടുക്കേണ്ട ഓർഡർ മുറിഞ്ഞപാലത്ത് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് GG ഹോസ്പിറ്റൽ. ഇവിടെയാണ് കൊടുക്കേണ്ട ഓർഡർ. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു വലിയ ഇഷ്യൂ ആണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ പാർക്ക് ചെയ്യാൻ രാത്രിയിൽ കുഴപ്പമൊന്നുമില്ല. വലിയ വണ്ടികളൊന്നും അധികം വരണില്ലല്ലോ. റീച്ച് ലൊക്കേഷൻ കോൾ കസ്റ്റമർ. ഓക്കെ, ഓർഡർ ഡെലിവർഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് കൊടുക്കേണ്ട അവിടെ നോട്ട്. അടുത്തത് ഇവിടെ ഉള്ളൂർ. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് തന്നെ മെഡിക്കൽ കോളേജ് ഉള്ളൂരിലെ പോകേണ്ടത്. അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ കാലടിച്ച് പോകണം. തിരിച്ച് ഒരു 10 കിലോമീറ്റർ. ഇതാണ് വിഷയം. ശരി, പോവാം. കയറ്. കമോൺ ക്വിക്ക് ബൈസൺ. ഒരു ഡയലോഗ് പറയാൻ വിട്ടുപോയി. വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല. ഇനി കയറി. ഈ ഡയലോഗ് എല്ലാ പടത്തിലും കാണും. പടമല്ലല്ലോ, വ്ളോഗല്ലേ, എല്ലാ വ്ളോഗിലും കാണും. ഓക്കെ, പോന്നാ. അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ ഉള്ളൂർ പ്രശാന്ത് നഗറാണ്. ഇവിടുന്ന് കറക്റ്റ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം എന്താണത്? ഫലൂഡ. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ പോലെ 10:30 മണി കഴിയും. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ്, ദാഹം, വേദന ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും വർക്ക് തീരും വരാം. ഓക്കെ, ലൊക്കേഷൻ വന്നാച്ച്. എൻ്റെ അമ്മോ, ഫുള്ളി ഓഫ് റോഡാണ്. നല്ല കുണ്ടും കുഴിയും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കാണിക്കുന്നത്. മുടുക്കിൻ്റെ അകത്താണ് കസ്റ്റമർ ലൊക്കേഷൻ. വിളിച്ചു നോക്കാം. റീച്ച് ലൊക്കേഷൻ കോൾ കസ്റ്റമർ. ഇത് തന്നെ വീട്. ഇത് തന്നെ. ഓക്കെ, ഓക്കെ, ശരി.
അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത് ചൂട് കഞ്ഞി. ചൂടൊക്കെ ആറിപ്പോയി തണുത്തുപോയി. അപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും. മണി 12 മണിയായി. ഉണ്ടാ നമ്മളെ കാര്യം ഇതാണ്. ലാസ്റ്റ് ഓർഡർ ലോങ് അടിച്ചിരുന്നു കുറേ പ്രാവശ്യം ഇതോടെ. ലാസ്റ്റ് ഓർഡർ പൂജപ്പുര ഭാഗത്തോ ജഗതി അടിച്ചിരുന്നെങ്കിൽ നമുക്ക് വിഷയമില്ലായിരുന്നു. കൊടുത്ത് നേരെ വരായിരുന്നു. ഇത്രയും ദൂരം അടിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ 1 മണിക്കൂർ എടുക്കുകയാണ്. ശരി വാ കഴിക്കാം. സംഭവം പോയി. ചമ്മന്തിയിൽ എരിവുണ്ട്. ചില സമയത്ത് കഞ്ഞി ഇങ്ങനെ കുറുകി പോകും, കട്ടിയായി പോകും. പയറും ചോറുമായിട്ട് ഇപ്പോൾ കറക്റ്റായിരുന്നു. ഓക്കെ, അത്ര തന്നെ ഇന്നത്തെ വ്ളോഗ് കഴിയാറായി. കഴിഞ്ഞ് നീ കാണിക്കാനൊന്നുമില്ലല്ലോ. നല്ല ഓടി വന്നതാണ്. ചില റെസ്റ്റോറൻറ്റ് ഡിലേ കാരണം കുറച്ചോട്ടം കുറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, എക്സിനെ അടിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്. ഓക്കെ, എത്ര തന്നെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും പശു എന്തേ പറയണ്ട. എന്തേ പറയണ്ടേ പറയാ. ക്ഷമ മുടിയോ വായിക്കാതെ പറ. പറയാണ്ട് പറ. സ്കൂളൊക്കെ ഉണ്ട് പറ. പൈസ അപ്പൊ വളി പറ. സ്കൂളൊക്കെ ഉണ്ട് പറ. പുതിയ സ്കൂള് സെന്റ് മേരീസ് എവിടെ? ആ പഠിച്ച്. പിന്നെ ആദ്യം വെച്ച് കറക്റ്റാ പറയും. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ ഓക്കെ. എങ്ങനെ പോകണം പഠിച്ചൊക്കെ? നല്ല എളുപ്പമുണ്ടോ? നല്ല മനസ്സിലാവണ? കുറേ പുസ്തകമുണ്ട് പഠിക്കാൻ. സബ്ജക്ട് കുറേ ഉണ്ട് ഇപ്രാവശ്യം. ഇവൾക്ക് പഠിക്കാൻ ഇപ്രാവശ്യം AI ഉണ്ട്. AI കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്. ഇതെല്ലാം പഠിക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്യം പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പം പിള്ളേർക്ക് ഒരുപാട് കൊടുക്കുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുക, അത് വേറെ വിഷയം. നീ പഠിക്കുമോ? തൊഴിലുണ്ടാ? ഇതൊക്കെ എങ്ങനെ അറിയാം? പക്ഷേ ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. നല്ല പഠിക്കാൻ കണ്ടല്ലോ. ഇന്നലെ ഇന്ന് നാളെ ലീവ് 3 ദിവസം അടിച്ച് പൊളിക്കണ്ടേ? പത്രണ്ട് വേറെ പറയാനില്ലല്ലോ. എന്റെയാ? അപ്പൊ ജീവിതത്തില് ഇഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ LAPG കട്ടക്ക് നിൽക്കണം.